ഓക്കെ, പട്ടുറുമാലിൻ്റെ വലിയൊരു പ്ലാറ്റ്ഫോമിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എന്ത് ഫീൽ ചെയ്യുന്നു? ഭയങ്കര ഹാപ്പി ആണോ? അതെ, നല്ല ഹാപ്പിയാണ്. 25 പേരിൽ ഒരാളായതിൽ ഏറ്റവും നല്ല സന്തോഷം എനിക്ക്. അപ്പോൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് അപ്പോൾ പാടാൻ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. എന്തായാലും നന്നായി പാടിയിട്ട് നന്നായി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് വരണം. ഓൾ ദ ബെസ്റ്റ്. എന്താ പേര്? ശ്രേയ. ശ്രേയ എവിടെ നിന്നാണ്? ഞാൻ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ നിന്നാണ്. നിലമ്പൂർ. ശ്രേയ ഒറ്റയ്ക്കാണ് വന്നേ? അമ്മ അച്ഛനുണ്ട്. ഓക്കെ ഓക്കെ. എന്ത് ചെയ്യുന്നു? ഞാനിപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിനിയാണ്. ഏതാ വിഷയം? BA ഇംഗ്ലീഷ്. BA ഇംഗ്ലീഷ്. ഓ യെസ്, നല്ലതല്ലേ. അപ്പോൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അപ്പോൾ BA എടുക്കാൻ കാരണം മ്യൂസിക്കായിട്ട് എന്തെങ്കിലും? അങ്ങനെയൊന്നുമില്ല. ഇല്ല, എന്നാലും അതിനോടൊരു ഇഷ്ടം, ലാംഗ്വേജിനോടൊരു ഇഷ്ടമുണ്ട്. ശരി, ഞാനെന്താ സംസാരിക്കണമെന്ന് അറിയാമോ? കുറച്ച് വന്നപ്പോഴേ ഒരു ടെൻഷൻ ഉള്ളതുപോലൊരു ഫീല്. ടെൻഷനൊന്നുമില്ല. ഇല്ലല്ലേ? അപ്പോൾ ഞാനായിരിക്കും ടെൻഷൻ. ശരി മക്കളെ, പിന്നെ വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ട്? സഹോദരങ്ങൾ? ചേച്ചിയുണ്ട്, അനിയത്തിയുണ്ട്. ഏറ്റവും നന്നായിട്ട് പാടാൻ കഴിയും എന്ന് തോന്നുന്ന ഒരു പാട്ട് പാടുമ്പോൾ ഒരു കാര്യം ചെയ്യേണ്ടത്, ഈ ഒരു പാട്ട് പാടുമ്പോൾ അതിനകത്ത് മ്യൂസിക്കിൻ്റെ എല്ലാ ജോണറിലുള്ള സംഗതികളും വന്നാൽ ചിലപ്പോൾ ഒരു പാട്ടിൽ തീരും. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ മറ്റ് വിഭാഗങ്ങളിലേക്ക് അടിപൊളി പാട്ട് അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പറയും, അതൊക്കെ ഒന്ന് പാടിത്തരേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ആദ്യം പാടുന്ന പാട്ട് മനോഹരമായാൽ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള എല്ലാ ഭാഗങ്ങളും, മ്യൂസിക്കിൻ്റെ ഭാഗങ്ങളും വന്നാൽ സന്തോഷം. ശ്രുതി വേണോ? കമറ കീബോർഡിൽ വായിക്കണം. കമറ തരുന്ന ശ്രുതിക്ക് പാടും. അപ്പോൾ ആ ശ്രുതി അത് കംഫർട്ടബിൾ അല്ലാത്ത ശ്രുതിയാണെങ്കിൽ പറയൂലേ? ഓ ശരി. സിന്ദൂരം ഇന്നെനിക്ക് കണ്ണെഴുതാൻ വിണ്ണിലെ നക്ഷത്ര മഷിക്കോട് ഇന്നെനിക്ക് പൊട്ടുകുത്താൻ സന്ധ്യകൾ ചാലിച്ച് സിന്ദൂരം ഇന്നെനിക്ക് കണ്ണെഴുതാൻ വിണ്ണിലെ നക്ഷത്ര മഷിക്കോട്. അനുവലേ പഠിക്കും. എന്റെ സ്വപ്നത്തിൻ എഴുനിലവീട്ടിൽ കഞ്ചവാണെൻ്റെ കളിത്തോഴൻ. എന്റെ സ്വപ്നത്തിൻ എഴുനിലവീട്ടിൽ കഞ്ചവാണെൻ്റെ കളിത്തോഴൻ. കണ്ണിലാകെ കതിരൊളി വീശി വന്നു കയറി പോയി. കണ്ണിലാകെ കതിരൊളി വീശി വന്നു കയറി പോയി. മതി. ഇങ്ങനത്തെ അത് പാടും, മനസ്സിലായി. നമുക്കേ ഞാൻ പറഞ്ഞില്ല, ഒരു പാട്ടിനകത്ത് എല്ലാം വന്നെങ്കിൽ ഞാൻ ഹാപ്പി ആയിരുന്നു. പക്ഷേ അടുത്ത പാട്ട് പാടിയേ പറ്റൂ. ഒരല്പം കൂടെ ടെമ്പോ ഉള്ള പാട്ട്, പക്ക അടിപൊളി വേണമെന്ന് പറയണില്ല. ഇതിപ്പോൾ നല്ല പതിഞ്ഞ ഇതിലുള്ളതല്ലേ. ലേശം സ്പീഡുള്ളൊരു പാട്ട്. കിരുക്കിട്ട് കനകത്തിൻ കമ്മലിട്ട് അരയന്ന പേട പോലെ കോണുങ്ങും ഞാൻ. കിരുക്കിട്ട് കനകത്തിൻ കമ്മലിട്ട് അരയന്ന പേട പോലെ കോണുങ്ങും ഞാൻ. പൂനിലാവ് തെളിയുമ്പോൾ പുതിക്കൽവിൽ കവിയുമ്പോൾ മുത്തിമണക്കാൻ അത്തര പൂശി ഒപ്പന പാടും
വെയിറ്റ് സിംഗിൾ ബ്രത്തിൽ ഒരു ഇപ്പോൾ ലാസ്റ്റ് വരെ പാടിയതൊരു 3 ഭാഗങ്ങളായിപ്പോയി. 3 ബ്രത്ത് എടുത്തു. ഒറ്റ സിംഗിൾ ബ്രത്ത് പാടാൻ പറ്റുമോ? ഒന്ന് ട്രൈ നോക്ക്. പൂനിലാവ് തെളിയുമ്പോൾ പുതിയ കൽവിൽ കവിയുമ്പോൾ മുത്തി മണക്കാൻ അത്തറ് പൂശി ഒപ്പന പാടും. ഇപ്പോഴും വന്നു 2 ബ്രത്ത്. ഈ പാട്ട് തന്നെ വേറൊരു ശ്രുതി തൊട്ടുമുള്ള ശ്രുതി പാടാൻ പറ്റുമോ? നോക്കൂ. ഇത് തന്നെ പാടിയാൽ മതി, അനുപല്ലവി തന്നെ പാടിയാൽ മതി. കിരുകീരെ ചെരുപ്പിട്ട് കനകത്തിൻ കമ്മലിട്ട് അരയന്ന പേട പോലെ കോണുങ്ങും ഞാൻ. കിരുകീരെ ചെരുപ്പിട്ട് കനകത്തിൻ കമ്മലിട്ട് അരയന്ന പേട പോലെ കോണുങ്ങും ഞാൻ. പൂനിലാവ് തെളിയുമ്പോൾ പുതിയ കൽവിൽ കവിയുമ്പോൾ മുത്തി മണക്കാൻ അത്തറ് പൂശി ഒപ്പന പാടും. തിന്ദത്താനതിന്ദ തിന്ദിന്നാനോ തന തന താനതിന്ദ താനതിന്ദ താനിന്നാനോ നാഥാപുരം. ഓക്കെ. ഇനി ഫുൾ സ്ട്രെച്ചിലുള്ള ഒരു നല്ല അടിപൊളി ഇടിവെട്ട് പടക്കപ്പെട്ട് പോലെ ഒരു സാധനം പോരട്ടെ. ഭന്താര പിണ്ടുടൽ ഭിണ്ടിടും ഭണ്ടറിൽ ഭിണ്ടലും പൊങ്കിടും പങ്കിഷം പിങ്കിടും ബിന്ദരു ഇന്ദവൾ ഹാലേ. ഭന്തരിൽ ഭന്തളം ഭിന്ദവും വായതിൻ സത്യമാലെ സച്ചരിൽ മേലെ പതച്ചു പുളച്ചുതാകെ പടച്ചു പൊരുട്ടുകൾ പൂകി ജുബർനോടി ജുബിൻ കൂടി ജബിൽ ചാടി വഹഷോടി ബദറപ്പട ചീറ്റിയ ജത്തുടലമ്മിനമർത്തിയ ചിത്തിരം ചിത്തമിൽ ചതുർപുര തകജുനൽ തളങ്കൃതം കൊളമ്പിടും തകുണിത ഒന്തും തുരബക ചിന്തും ചാട്ടൊളി പതൽക്ക് തുളച്ച് വലിച്ച് പറിച്ച് ബാണോർ ഹംസത്തോലി താനോർ ചിങ്കപ്പൂലി പുകൾ കണ്ടം മെഷുതോര കിണ്ടൻ പിടിയിട് വീണ പുലി പരമ്പല പിറപദം പടിപ്പാട പാട കിസൗഹദ. ശ്രുതിയുണ്ട്, സംഗതിയുണ്ട്. ശ്രുതി ചേഞ്ചസ് അതിനനുസരിച്ച് പെട്ടെന്ന് തൊണ്ടയെ സജ്ജമാക്കുന്നുണ്ട്. കൊള്ളാം. ചെറിയ ഏറ്റക്കുറച്ചിലുകളുണ്ട്. അത് ഞങ്ങൾ വഴിയെ പറഞ്ഞുതരും. എന്ന് പറഞ്ഞാൽ യു ആർ സെലക്ടഡ്. പിന്നെ ഗസൽ, സൂഫി, ഖവാലി ഇത്തരം മേഖല വളരെയധികം ശ്രദ്ധിച്ചേ പറ്റൂ. കാരണം മാറ്റി പിടിച്ചില്ലെങ്കിൽ സ്ഥിരം പോകുന്ന ഒരു ജോണറിലായിരിക്കില്ല. ഇനി വരുന്ന കുട്ടികളൊക്കെ പുലികളായിരിക്കും. അത്തരം റൗണ്ട്സ് തന്നെ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. കാരണം എനിക്ക് പ്രത്യേകം ഇഷ്ടപ്പെട്ടൊരു മേഖല കൂടെയാണ്. ഒരു സൂഫിയോ ഒരു ഗസലൊക്കെ പാടിയ സബ്കോ മാലൂം ഹേ മേ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു സാധനം പാടിയ ചിട്ടിയായ ഹേ പോലുള്ള പാട്ടോ, അല്ലെങ്കിൽ യാ ഹയ്യു യാ ഖയ്യൂം എന്നൊക്കെ പറയുന്ന ഫത്തഹ് അലി ഖാൻ്റെ പാട്ടുകളൊക്കെ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം വന്നാൽ നമ്മുടെ പരിപാടിയുടെ കളർ വേറെ. മനസ്സിലായില്ലേ? ആ ഒരു ഭാഗം കൂടെ ശ്രദ്ധിക്കുക. നമുക്ക് വിളിക്കാം.